ഹായ് എവ്രി വൺ. സാധാരണ ഈ സൈക്കോകളൊക്കെ എന്താ ചെയ്യുക? ആരെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടുപോയി അവരെ ടോർച്ചർ ചെയ്തങ്ങ് കൊല്ലും അല്ലേ? ഇവിടെ എന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സൈക്കോ ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയിട്ട് അയാൾ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയായി. ഈ സൈക്കോ അവളുടെ അടുത്ത് തെറ്റ് ചെയ്തതാണോ അതോ ഈ പെണ്ണ് ഇയാളുടെ അടുത്ത് തെറ്റ് ചെയ്തതാണോ എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു മൂവിയാണ് പെറ്റ്. സോ വെൽക്കം ടു ടോക്കി മലയാളം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ആൻഡ് എൻജോയ് ദ മൂവി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പടത്തിന്റെ ഓപ്പൺ സീനിൽ ഒരാളെ കാണിക്കുന്നില്ലേ, അവന്റെ നെയിമാണ് സെത്ത്. അവന്റെ ഡേ ബൈ ഡേ റുട്ടീനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. മോർണിംഗിൽ എഴുന്നേറ്റ് റെഡിയായി ജോലിക്ക് പോകുന്നു. ജോലി എന്തെന്ന് വെച്ചാൽ ഹി ഈസ് ഇൻ എ വെറ്റിനറി ഹോസ്പിറ്റൽ. ആനിമൽസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുകയാണ് ജോലി. അവന് ആനിമൽസിനെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആനിമൽസിന്റെ അടുത്തും നന്നായി ഡീൽ ചെയ്യാനും അറിയാം. അവിടെ ഒരു പുതിയ ഡോഗ് വന്നിട്ടുണ്ട്. അവനതിന് വലിയ കാര്യമാണ്. ഒരു ദിവസം അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു പെണ്ണിനെ കണ്ടു. അവനക്ക് ആ പെണ്ണിനെ മനസ്സിലായി. സോ അവളുടെ അടുത്ത് സംസാരിക്കാമെന്ന് കരുതി. നീ ഹാർലി അല്ലേ? നിന്നെ എനിക്ക് മനസ്സിലായി, പക്ഷേ അവൾ തന്നെ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന രീതിയിൽ അവനെ നോക്കി. നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഓ അത് ശരി എന്നവൻ പറഞ്ഞു. അവനെ കുറിച്ചൊക്കെ ഇൻട്രോ കൊടുത്തു. എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായിരുന്നു, ഞാൻ നിന്റെ പുറകെ കുറെ നടന്നിട്ടുണ്ട്. അല്ല നീ ഇന്ന് റൈറ്ററായോ? ഡയറിയൊക്കെ ഉണ്ടല്ലോ കയ്യിൽ, എഴുതുന്നുണ്ടല്ലോ എന്നയാൾ ചോദിച്ചു. ഏയ് അതൊന്നുമല്ല, ഞാനിപ്പോ വെയിട്രസ് ആണ്. ശരി ഇനി ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. നാളെ കാണാം എന്നവൻ പറഞ്ഞപ്പോ അവൾ അത് വല്ലാണ്ട് മൈൻഡൊന്നും ചെയ്യാണ്ട് നടന്നു നീങ്ങി. ഇപ്പോ ഓഫീസിൽ വന്നു. ആ പെണ്ണിനടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. ഇപ്പോ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു ബ്ലാക്ക് അമേരിക്കൻ. അയാൾക്ക് അവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ, പിന്നെ നീ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോയി. ഇപ്പോ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ വീട്ടിലേക്ക് പോയി സോഷ്യൽ മീഡിയയിൽ അവളുടെ ഫോട്ടോസ് എല്ലാം സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ അടുത്ത ദിവസം അയാൾ ജോലിയിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള ജർമ്മൻ ഷെപ്പേർഡിനെ എടുത്തു വന്ന് അതിനെ കൊല്ലണം. കാരണം എന്തെന്ന് വെച്ചാൽ അതിനൊരു ഡിസീസ് ഉണ്ട്, അത് മരിക്കേണ്ടതാണ് എന്ന് അവനോട് പറഞ്ഞു. അത് നീ തന്നെ കൊല്ലണം, അത് നിന്റെ ജോലിയാണെന്നും ഇല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ മനസ്സോടെ അതിനെ കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കൊല്ലാൻ വേണ്ടി. അതിന് പുറത്തൊരു മെഷീനുണ്ട്, കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെയുള്ളതിനെല്ലാം അതിലിട്ട് കത്തിക്കണം. അവൻ കഷ്ടപ്പെട്ട് അത് ചെയ്തു. ഇപ്പോൾ രാത്രിയിൽ വീണ്ടും അവൻ വീട്ടിലേക്ക് പോയി ആ പെണ്ണിന്റെ ഫോട്ടോസ് എല്ലാം കണ്ട് അതിലെ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് അവൾക്ക് അതിൽ എന്താണ് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ അവൻ എഴുതി വെച്ചു. സോ ഇതൊക്കെ കൊണ്ട് അവളെ മീറ്റ് ചെയ്ത് ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ അവൻ പ്ലാൻ ചെയ്തു. അതിനുള്ള പ്രാക്ടീസ് ചെയ്യണം അദ്ദേഹം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൻ നല്ല അടിപൊളിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി. ആ പെണ്ണിന് ഇവൻ ആരാണെന്ന് പോലും അറിയില്ല. അവൻ പറഞ്ഞു, നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിരുന്നില്ലേ? ഓ അതെ എനിക്കത്ര ഓർമ്മയുണ്ടായില്ല എന്നവൾ പറഞ്ഞു. ശരി ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നതാവും നല്ലത് എന്നവൾ പറഞ്ഞു. അങ്ങനെ അവളുടെ ജോലി തീർത്തതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ ആരും അവളെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി. വേറെ ആരുമല്ല, അത് ഇവൻ തന്നെയാണ്, നമ്മുടെ സെത്ത്. ഇപ്പോൾ ഹാർലി വീട്ടിനുള്ളിൽ കയറിയിട്ട് വിൻഡോ വഴി അവനെ നോക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട് ക്ലാരയോട് പറഞ്ഞു, ഒരാളെന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അവനെ എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ തമാശയിട് എന്നവൾ മറുപടി പറഞ്ഞു. അവൾ ഏരിക്ക് കോൾ ചെയ്തു. ഈ ഏരി ആരെന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ടാണ്. ചെറുതായി ബ്രേക്കപ്പ് പോലെയാണ്. അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എന്തോ ലവ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഹാർലി ജോലിക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടു. ഏരിയാണെന്ന് കരുതി അവൾ അവന് വർക്ക് ചെയ്യുന്ന ബാറിൽ പോയി കാണാം എന്ന് കരുതി അവിടെ ചെന്നു. നീ എന്തിനാണ് പൂവൊക്കെ കൊണ്ടുവച്ചത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്നവൻ മറുപടി പറഞ്ഞു. അതിനടുത്ത് തന്നെ നമ്മുടെ സേത്ത് ഉണ്ടായിരുന്നു. ഇവളെ ഫോളോ ചെയ്തു വന്നതാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ ഏരിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇപ്പോൾ വരാം, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറി. പുറത്തിറങ്ങി അവൾ അവളുടെ ഡയറിയിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവൻ ഞാൻ കൊണ്ടുവച്ച പൂവ് എങ്ങനെയുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് അവനോട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? എന്നോട് കുറച്ചെങ്കിലും സംസാരിക്കേ എന്നവൻ പറഞ്ഞുകൊണ്ടേ നിന്നു. അവൾ അവൻ്റെ അടുത്ത് പ്രതികരിച്ചു. അതിനിടയിൽ അവളുടെ ബാഗും എല്ലാം താഴെ വീണു. അതിനിടയിൽ ഇവനെന്നെ തൊടാൻ ശ്രമിച്ചു എന്നവൾ ഏരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഏരി അവനെ ഒരുപാട് തല്ലി പുറത്താക്കി. അപ്പോഴാണ് ഹാർലിയുടെ ഡയറി സെത്തിന്റെ കയ്യിൽ ലഭിക്കുന്നത്. പിന്നീട് അവൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഡയറി കാണുന്നില്ല. ആ സമയത്ത് ക്ലാര വന്ന് പറഞ്ഞു, അത് ഇവിടെ തന്നെയാണല്ലോ വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അടുത്തും ഹാർലി ദേഷ്യപ്പെട്ടു. നടന്ന സംഭവത്തെക്കുറിച്ച് സേത്തിന് നാണക്കേടായി. അവളുടെ ഡയറി ഇവൻ നന്നായി പഠിക്കാൻ തുടങ്ങി. സൈക്കോകളെ പോലെ രാത്രിയെല്ലാം ഉറക്കമൊഴിച്ച് അത് വായിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ഓഫീസിൽ പോയി എങ്ങനെയെല്ലാമൊക്കെയോ അവൻ അവന്റെ ജോലി ചെയ്യുന്നു, സ്വബോധത്തിൽ നിന്നും നഷ്ടമായ പോലെ. ആ സമയത്ത് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് റൂം ഉള്ളത് അവൻ ശ്രദ്ധിച്ചു. ആ സ്ഥലം അധികമാർക്കും അറിയില്ല. അവിടെ ഇറങ്ങി അവൻ അവിടെ വൃത്തിയാക്കി ഒരു കമ്പി കൂടാലും റെഡിയാക്കി. അപ്പോൾ അവിടെയുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നും ഒരു മരുന്നെടുത്ത് വീട്ടിൽ വന്ന് അവൻ സ്വയം ഇഞ്ചക്ട് ചെയ്തു. അതെടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ മയങ്ങി വീണു. ഇതിനിടയിലും അവൻ ആ ഡയറി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു.
അടുത്ത നൈറ്റിൽ അവൻ ഹാർലിയെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി. പുറകെ ആരുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പെപ്പർ സ്പ്രേ എടുത്ത് മറ്റാരുടെ മുഖത്ത് സ്പ്രേ ചെയ്തു. ഇതെല്ലാം അവൻ കണ്ടുകൊണ്ടേയിരുന്നു. അടുത്തത് അവൾ വീട്ടിലേക്ക് പോയി. ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി, ശരി ആരും നെറ്റില്ല, എന്നാൽ പിന്നെ കിടന്നുറങ്ങാമെന്ന് കരുതി ഇതിനിടയിൽ ഹാർലിയുടെ ബെഡിന് താഴെ നിന്നും അവൻ സേത്ത് അവളെ ഇഞ്ചക്ട് ചെയ്തു. അങ്ങനെ ഹാർലിക്ക് മയക്കം വന്നു. ആ സമയത്ത് സേത്ത് അവളെ ഒരു ബോക്സിനുള്ളിൽ വെച്ച് തന്ത്രപരമായി ഓഫീസുകളിലൂടെ കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി വന്ന് ചോദിച്ചു, ഇത് എന്താണ് തന്റെ കയ്യിലെന്ന്. അതൊരു മെഡിസിൻ ആണ് എന്ന് സേത്ത് മറുപടി പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ സൗണ്ട് കേൾക്കുന്ന പോലെ എന്ന് പറഞ്ഞപ്പോൾ അവനുടൻ AC-യിൽ നിന്ന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞ് അവനെ ഡൈവേർട്ടാക്കി. അങ്ങനെ അവൻ പതുക്കെയൊന്നും അവിടെ നടന്നു. ഇനി നമ്മുടെ ഹാർലിയെയാണ് കാണിക്കുന്നത്. അവളൊരു ഇരുമ്പ് കമ്പിക്കുള്ളിൽ ആക്കിയിട്ടുണ്ട്. അവൾ എങ്ങനെയെങ്കിലും അതിന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ നഖമെല്ലാം പറിച്ചെടുത്ത് ട്രൈ ചെയ്യുന്നു. അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതിന് താഴെ എത്തണമെങ്കിൽ ഒരു 4 ഡോർ കടന്നിട്ട് വേണം ഇവിടെ എത്താൻ. അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് പോലും പുറത്തു കേൾക്കാൻ സാധിക്കില്ല. അവൻ വരുമ്പോൾ അവൾക്കുള്ള ഫുഡും വെള്ളവും കൊണ്ടുവരും. ബാത്റൂം ആവശ്യത്തിനുള്ള ഒരു ബെഡ് പാനും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ അടുത്ത് ചെന്ന് അവൻ ഹായ് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ ഭയങ്കര ദേഷ്യത്തിൽ പ്രതികരിച്ചു. ശരി, നിന്റെ ഇഷ്ടം, നാളെ വന്ന് നോക്കിക്കോളാം, ഫുഡെല്ലാം ഞാനെടുത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഇതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അവൻ പറഞ്ഞു. അവൾ അതിലെ ചങ്ങല ഉപയോഗിച്ച് ഉരച്ചുരച്ച് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സേത് തിരിച്ചു വന്നപ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. അവൻ അവൾക്ക് വെള്ളം കൊടുത്തു. നിനക്കും എനിക്കും ഇടയിൽ എന്ത് റിലേഷനാണ് ഉള്ളതെന്ന് അറിയണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു സൈക്കോ പോലെ അവൻ സംസാരിച്ചു. അവന്റെ കാലിൽ പിടിച്ചിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്കിടയിൽ കുറച്ച് റോൾസ് വെക്കണം, അതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ പോയി. ഇതിനിടയിൽ ഹാർലിക്ക് ഒരു ഇലൂഷൻ എന്ന പോലെ ക്ലാര വന്ന് സംസാരിക്കുന്ന പോലെ, തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നിരിക്കും, നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ അനുഭവിക്കും, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ തന്നെയാണ് അത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ അവിടെ നിന്നും ഒരു ബെഡ് പാൻ വെച്ചിരുന്നില്ലേ, അതിൽ അവൾ യൂറി ചെയ്യാൻ നോക്കിയപ്പോൾ അതിലൊരു എലി വന്നു. അവളുടെ ദേഷ്യത്തിൽ ആ എലിയെ അവൾ ചവിട്ടിക്കൊന്നു. സോ ഇതെല്ലാം അവൻ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിച്ചു, എന്താ എന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണോ? അല്ല എന്ന് മറുപടി പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൻ മറുപടി പറഞ്ഞു. എന്താടാ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, നീ എന്താ ദൈവമാണോ ഇതുപോലെ ഭക്ഷണവും വെള്ളവും തന്നെ ഇവിടെ ഇങ്ങനെ എന്നെ അടച്ചു വെക്കാൻ എന്ന് അവൾ ചോദിച്ചപ്പോൾ, ചെറിയ ക്ലാസ്സിൽ തൊട്ട് എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയമായിരുന്നു. എല്ലാവരും മറ്റൊരു രീതിയിൽ നിന്നെ കണ്ടിരുന്നാലും ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടിരുന്നത്. എൻ്റെ ഉള്ളിലുള്ളത് ഒരു നല്ല വ്യക്തിയാണ്, എന്നാൽ നിന്റെ ഉള്ളിലിരിക്കുന്നത് ഒരു മോശ സ്വഭാവമാണ്. അതെനിക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണം. അതുവരെ നീ ഇവിടെ നിന്നും എവിടെയും പോവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തിറങ്ങിയപ്പോൾ അത് സെക്യൂരിറ്റി കണ്ടു. ഹേയ്, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ക്ലീൻ ചെയ്യുകയായിരുന്നു, അവിടെ ഒരു പഴയ ടണലില്ലേ അത് ക്ലീൻ ചെയ്യുകയായിരുന്നു എന്നവൻ മറുപടി പറഞ്ഞു. അവിടെ നിന്നും പോയി. ഇപ്പോൾ ഹാർലിക്ക് വീണ്ടും ഇല്യൂഷൻ എന്ന പോലെ ക്ലാര വീണ്ടും വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം നമ്മുടെ സേത്ത് വന്നു. അവൻ വന്നപ്പോൾ അവളുടെ ഡയറി കൊണ്ടുവന്നു അവളുടെ മുന്നിൽ എറിഞ്ഞു. അവളത് കയ്യിലെടുക്കാൻ തിടുക്കം കാണിച്ചു. അവനത് നീക്കി വെച്ചു. പിന്നീട് പറഞ്ഞു, ഈ ഡയറി ഞാൻ പതിയെ എല്ലാം വായിച്ചു മനസ്സിലാക്കി. നീ ഒരു അടിപൊളി റൈറ്റർ തന്നെയാണ്. ഈ ലവ് എന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അത് ഒരു ഭയങ്കരമായ സാക്രിഫൈസ് തന്നെയാണ് എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു. നീ ഒരു പെണ്ണിനെ അടച്ചു വെച്ചിട്ട് ലവിനെ പറ്റി ഫിലോസഫി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നവൾ കളിയാക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഈ ഡയറി വായിച്ചു കഴിഞ്ഞിട്ടാണ്, അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിന്നെ കടത്തണമെന്ന് എനിക്ക് തോന്നിയത് തന്നെ എന്നവൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. ശരി, ക്ലാരയെ പറ്റി എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. നീ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് ദേഷ്യത്തോടെ അവൾ പ്രതികരിച്ചു. ഇല്ല, എന്തെന്ന് വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ഡോർ തുറന്നു വരുമ്പോൾ നീ ആരടുത്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ക്ലാരയോടല്ലേ എന്നവൻ പറഞ്ഞു. അത് മാത്രമല്ല, നീ 2-3 പ്രാവശ്യം അവളടുത്ത് സംസാരിക്കുന്നില്ലേ, ഇതാ ഇപ്പോഴും അവളെന്റെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ എന്ന് പറഞ്ഞു. അതെ ശരിയാണ്, അവൾ ബാക്കിലിരിക്കുന്നു എന്നവൾ മറുപടി പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ സെത്ത് ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് എന്ന പോലെ അവളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ഇനി ഒരു കാര്യം നിന്റെ അടുത്ത് പറയട്ടെ, ഈ ക്ലാര എന്ന ആൾ ഇപ്പോൾ ഇല്ല, അത് വെറും നിന്റെ തോന്നൽ മാത്രമാണ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ അവൻ പറഞ്ഞു. ഇപ്പോൾ കാണിക്കുന്നുണ്ട് അവൾ ക്ലാരയുടെ അടുത്ത് സംസാരിക്കുന്നു എന്ന പോലെ, എന്നാൽ അതൊന്നും സത്യമല്ല. ക്ലാര തന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൾ ചിന്തിച്ചു പോവുകയാണ്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാം. അവളുടെ ഡയറിയിൽ അതെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഹാർലിയുടെ ബോയ് ഫ്രണ്ടാണ് ഏരി. എന്നാൽ ക്ലാരയും ഏരിയും നല്ല ഫ്രണ്ട്സാണ്. അതിൽ സംശയം തോന്നിയ ഹാർലി ക്ലാരയെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കുകയാണ്, നീയും ഏരിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. ക്ലാര പറഞ്ഞു, ഏയ് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന്. ഇത് കേട്ട് വിശ്വസിക്കാത്ത ഹാർലി അവൾ ഒരു സൈക്കോ ആയതുകൊണ്ട് തന്നെ
ക്ലാരയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആ കാർ സ്പീഡിൽ കൊണ്ടുപോയി. അവൾ ആകെ ഭയന്ന് നിലവിളിച്ചു. അപ്പോൾ വേറൊരു കാറിൽ വന്നിടിച്ച് ആക്സിഡന്റ് ആയി. എന്നാൽ ക്ലാര മരിച്ചില്ലെന്ന് മനസ്സിലാക്കി അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കണ്ണാടി ചില്ലെടുത്ത് അവളെ കുത്തിക്കൊന്നു. ഇതെല്ലാം ഈ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവളെ കടത്തിക്കൊണ്ട് വരണം എന്നവൻ തീരുമാനിച്ചത്. അതുകൊണ്ടെല്ലാമാണ് നിന്നെ ഞാൻ രക്ഷിക്കാൻ വന്നതാണ് എന്നവൻ പറഞ്ഞത്. ഇതെല്ലാം സത്യമാണെന്നാണോ കരുതുന്നത്? ഇത് വെറും കഥ മാത്രമാണ് എന്നവൾ പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചിട്ട് അവൻ പറഞ്ഞു, അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിശ്വസിച്ചത്. എന്നാൽ അതെല്ലാം സത്യമാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് 1 മാസത്തോളം ഞാൻ നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടറിഞ്ഞു മനസ്സിലാക്കിയ കാര്യം വളരെ ക്രൂരമായിരുന്നു. നീ റോഡിലൂടെ സൈക്കോ എന്ന പൂർണ്ണ രീതിയിൽ എല്ലാവരെയും മൃഗീയമായി കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നിന്നെ ഈസിയായി നീ രക്ഷപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ചെയ്തു നോക്കി. ബട്ട് ഇതെല്ലാം നീ എന്തിന് ഡയറിയിൽ എഴുതി വെച്ചു? ആരെങ്കിലും ഒരിക്കലും ഇത് കണ്ടുപിടിക്കുമെന്നും അന്ന് നീ മാപ്പ് യാചിക്കുമെന്നും നീ മനസ്സിലാക്കി. അതിനാലാണ് നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കണം എന്ന് കരുതി ഞാൻ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്തത്. ഞാൻ നിന്നെ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്നും നിന്നെ എൻ്റെ കൂടെ എല്ലായ്പ്പോഴും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നവൻ പറഞ്ഞു. ഇവൾ എത്രത്തോളം സൈക്കോ ആണെന്ന് സേത്തിന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്താലും വിശ്വസിക്കുകയില്ല, ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അവൾ ആകെ പരിഭ്രാന്തിയായി. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ശരി, നീ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ പുറത്തുവിട് എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ പോയി. ഇനി അടുത്ത ദിവസം അവൾ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്? ഒരു തവണ ചെയ്താൽ നിനക്കത് മനസ്സിലാവും അത് എത്രമാത്രം സന്തോഷം കണ്ടെത്താനാവുമെന്ന്. വളരെ നിസ്സാരത്തോടെ സൈക്കോ ആയി അവൾ അതിന് മറുപടി പറഞ്ഞു. സൈക്കോ എന്ന് മറ്റു പടങ്ങളിൽ കണ്ടതുപോലെയല്ല, ഇതാണ് ഒറിജിനൽ സൈക്കോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രത്തോളമാണ് ഈ കഥയിൽ അവൾ പ്രതികരിക്കുന്നത്. അത് മാത്രമല്ല, ഇവളുടെ സൗന്ദര്യത്തിൽ സേതിനെ മയക്കിയെടുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവൻ അതിന് വഴങ്ങിക്കൊടുത്തില്ല. ശരി, ഇപ്പോൾ അവൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വലിയ ഷാർക്കിനെ അക്വേറിയത്തിൽ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? അത് അതിന്റെ മൂക്ക് കുത്തി കുത്തി പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞ് അവൾ അവളുടെ മൂക്ക് കമ്പിയിൽ കുത്തി പൊട്ടിച്ചു. ഇത്രയും നേരം നല്ല പ്ലാനിൽ മുന്നോട്ട് പോയ അവൻ ഇത് കണ്ട് എത്രത്തോളം സൈക്കോ ആണെന്ന് മനസ്സിലാക്കി വല്ലാതെ പേടിച്ചു. ഇപ്പോൾ എഴുന്നേറ്റിരുന്ന് അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ അത് തീർച്ചയായും നീയാണ്, അതെല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇവിടെയെല്ലാം നിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടാവുമെന്നും പറഞ്ഞ് ഹാർലി അവനെ പറഞ്ഞ് പേടിപ്പിച്ചു. അവനാകെ വല്ലാണ്ടായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൻ നിന്നു. പിന്നീട്, നീ മോശമായ രീതിയിൽ ജോലി ചെയ്യുകയാണെന്നും ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഇങ്ങനെ ചെയ്താൽ നീ ജോലിയിൽ നിന്നും പുറത്താക്കുമെന്നും പറയുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ പോയി. ഇപ്പോൾ അവൾ എന്തിനങ്ങനെ എല്ലാം ചെയ്യുന്നു, എങ്ങനെ അവളെ മാറ്റിയെടുക്കണം എന്നിങ്ങനെ ആലോചിച്ചു. ശരി, അങ്ങനെ അവൻ ജോലിയിലേക്ക് തിരിച്ചെത്തി. മറ്റു 2 സെക്യൂരിറ്റികളും എന്തോ അർത്ഥവത്തമായ രീതിയിൽ അവനെ നോക്കുന്നത് കണ്ട് അവൻ ആകെ വല്ലാണ്ടായി. അവർക്കെന്തോ വെറുപ്പുള്ളതുപോലെ. അങ്ങനെ അവൻ ഹാർലിയുടെ അടുത്തെത്തി 2 ചോക്ലേറ്റ്സ് കൊടുത്തു. ഇതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇനി ഇതായിരിക്കും എന്നവൻ പറഞ്ഞു. അവനെ എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ മറ്റൊരു രീതിയിൽ വശത്താകാൻ ശ്രമിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതും കല്യാണം കഴിക്കുന്നതുമല്ല. ഇതെല്ലാം കേട്ട് നമ്മുടെ ആൾ കുറച്ചൊന്ന് ഡൗൺ ആയി. ശരി, ഞാൻ നിനക്ക് പോയിട്ട് ഫുഡ് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഈ സമയം ഇവൻ എന്താ ഇവിടെ എന്ന് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കാണാറുണ്ടല്ലോ എന്ന് തിരക്കി സെക്യൂരിറ്റി ആ വഴി വന്നു. അപ്പോഴാണ് അദ്ദേഹം അവളെ കാണുന്നത്. സെക്യൂരിറ്റി ആകെ വല്ലാണ്ടായി. എന്തിതെല്ലാം എന്ന രീതിയിൽ അവളെ സമീപിച്ചു. എന്നെ രക്ഷിക്കണം, അയാൾ എന്നെ ഇവിടെ ഇട്ട് ദ്രോഹിക്കുകയാണ് എന്ന് അവൾ പറഞ്ഞു. ആര്? അവനോ? അവനങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ, അല്ല, അവനെന്നെ പ്രണയിക്കാൻ വേണ്ടി എന്നെ ടോർച്ചർ ചെയ്ത് ഇവിടെ ഇട്ട് ദ്രോഹിക്കുകയാണ് എന്ന് അവൾ പറഞ്ഞു. ശരി, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് സെക്യൂരിറ്റി പറഞ്ഞപ്പോഴാണ് സേത്ത് അവിടെ എത്തിയത്. അവൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. സേത്ത് നടന്നു വരുന്നത് കണ്ട ഹാർലി സെക്യൂരിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് കണ്ട് സേത്ത് ആകെ പരിഭ്രാന്തനായി. താൻ ചെയ്തത് ഇയാൾ കണ്ടല്ലോ, ഇനി ഇത് എല്ലാവരും അറിഞ്ഞാലോ എന്ന് ചിന്തിച്ച് സേത്ത് അയാളെ അടിക്കാൻ ശ്രമിച്ചു. തന്റെ കയ്യിലുള്ള ചെറിയൊരു കത്തിയെടുത്ത് അയാളെ മുറിവേൽപ്പിച്ചു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. എന്നാൽ അതിനിടയിൽ, ഈ വഴക്കിനിടയിൽ ഹാർലി അവളുടെ കാലുപയോഗിച്ച് ആ സെക്യൂരിറ്റി തറയിൽ വീഴ്ത്തി. അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഒരു കല്ലെടുത്ത് അയാളെ തലക്കടിച്ച് കൊല്ല് എന്ന് ഹാർലി അവനോട് പറഞ്ഞു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വല്ലാതെ പേടിച്ചു. ഇവനൊരു ചെറിയ സൈക്കോ ആണെങ്കിലും ഇതുവരെ അവൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം കണ്ട് ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരു വലിയ കല്ലെടുത്ത് തലടിച്ചു കൊന്നു. അവനെയും ഒരു കുറ്റവാളിയാക്കണം, അവനെയും ഇതുപോലെ ഒരാളാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടെയാണ് ഹാർലി അവനോട് ഇങ്ങനെയെല്ലാം പറഞ്ഞത്. കൂടാതെ അവൾ ഭയങ്കരമായ ഐഡിയ എന്ന പോലെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇയാളെ ഇനി ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കരുത്, അയാളുടെ പല്ലും നഖവും വെച്ച് എല്ലാം കണ്ടുപിടിക്കും, അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരത്തെ ഇല്ലാതാക്കാൻ അവൾ നിർദ്ദേശം കൊടുത്തു. അകത്തൊരു ഡിസ്പോസിംഗ് മെഷീൻ ഉണ്ട്. ബട്ട് ഇത്രയേറെ വലിയ ശരീരം അതിനുള്ളിൽ ഇടാൻ കഴിയില്ല. അതിനാൽ ശരീരത്തെ മുറിച്ച് അതിലിടണം എന്ന് നിർദ്ദേശിച്ചു.
ഇവനും അതുപോലെ ആ ശരീരത്തെ പാർട്സ് ആയിട്ട് മുറിക്കാൻ തുടങ്ങി. അതിലുള്ള ചെറിയ ചെറിയ പാർട്സ് അവൻ നായ്ക്കൾക്ക് ഭക്ഷണമായി വെച്ചു കൊടുത്തു. ബാക്കി അവൻ ആ മെഷീനിൽ കൊണ്ടുപോയി തള്ളി. ഇപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓഫീസിൽ പോയി സെക്യൂരിറ്റിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഓഫീസ് ഇൻചാർജിനെ അറിയിച്ചു. ശേഷം ഭ്രാന്ത് പിടിച്ച പോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊല ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നില്ലേ എന്നവൾ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരു ആക്സിഡന്റിൽ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നവൻ മറുപടി പറഞ്ഞ് സങ്കടപ്പെട്ടു. അവൾ ഈ സമയത്ത് അവനെ തൊട്ടടുത്ത് വിളിച്ചിട്ട് എന്നെ തൊട്, എന്നെ കിസ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവൻക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ പുറത്തു നിന്ന് ഒരു ഡിറ്റക്റ്റീവ് വന്നു. ഇവരോടെല്ലാം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ മറുപടിയിൽ എന്തോ വിശ്വസിക്കാനാവാത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവ് അവനെ തനിച്ചിരിച്ച് ചോദിച്ചു. എനിക്ക് അറിയാവുന്നതാണ് സാർ ഞാൻ ഇതുവരെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എസ്കേപ്പായി. എന്നാലും ഇനിയെങ്ങാനും അവളെ താഴെ പോയി കണ്ടുപിടിക്കുമോ എന്നൊരു ടെൻഷൻ അവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ പ്ലാൻ എല്ലാം നശിച്ചല്ലോ എന്നാലോചിച്ച് കൺഫ്യൂഷനായി നല്ല ദേഷ്യം തോന്നി. ആക്ച്വലി ഇതെല്ലാം അവളുടെ പ്ലാൻ ആയിരുന്നോ, അവളുടെ പ്ലേ ആയിരിക്കുമോ എന്ന് തോന്നൽ അവനുണ്ടായി. ശരി, എന്നിരുന്നാലും നാളെ അവളുടെ അടുത്ത് പോയി സംസാരിക്കണം എന്നവൻ തീരുമാനിച്ചു. അന്ന് അവൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നീ ഒരു നോർമൽ മനുഷ്യനായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. നീയും എന്നെ പോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്കെന്റെ കാര്യങ്ങളെല്ലാം അറിയാം, നിന്റെയും എല്ലാം എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാണ് ശരി എന്നവൾ പറഞ്ഞു. ബട്ട് രണ്ടുപേരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവൻ അവന്റെ അടുത്ത് പറഞ്ഞു, ശരി, നീ എന്നെ സത്യമായും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിന്റെ വിരൽ മുറിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ സ്നേഹത്തെ എനിക്ക് വിശ്വാസമാക്കി തരണം എന്നവൾ അവന്റെ അടുത്ത് പറഞ്ഞു. അവൻ ആകെ ദേഷ്യമായി. ശരി, അങ്ങനെ തന്നെ ചെയ്തേക്കാം എന്നവൻ തീരുമാനിച്ചു, ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ. അങ്ങനെ അവൻ അവളുടെ മുന്നിൽ നിന്നും വിരൽ വെട്ടി കാണിച്ചു കൊടുത്തു. ആ സമയത്ത് അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. ഇനി നീ എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാനും ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞു. ഒരു ഭയങ്കരമായ സൈക്കോ പോലെ അവൾ മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവളെ തുറന്നു വിട്ടു. ഇപ്പോൾ വീണ്ടും ക്ലാര എന്ന ഇല്യൂഷൻ വന്ന് അവളടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. തന്റെ അടുത്ത് ഇതുപോലെ ഒരാളും ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്തതും അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് അങ്ങ് മുറിച്ചു. ഇവിടെ എന്ത് ക്രൈം സംഭവിച്ചാലും എനിക്കതൊന്നും ഒരു പ്രോബ്ലവുമില്ല എന്ന രീതിയിലാണ് അവൾ. അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ ഏരിയയുടെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവൻ പറയുന്നു നിന്റെ കഥ സൂപ്പറായിട്ടുണ്ടെന്ന്, ഈ കഥയെല്ലാം നീ തീർച്ചയായും റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ നടന്ന എല്ലാ സംഭവത്തെയുമെല്ലാം അവൾ കഥയായി എഴുതിയിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏരിക്ക് ഒരു മെസ്സേജ് വന്നു. ഏതോ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിനടുത്ത് കത്തിയുമുണ്ട്. അവൾ അവനടുത്ത് വന്നു. എന്നാൽ കത്തിക്ക് പകരം അവൾ ഫോൺ എടുത്തു കൊടുത്തു. പക്ഷേ സംഭവം ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് അവൾ ഒരു സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള ബിൽഡിങ്ങിനുള്ളിൽ കയറി. ഒരു പരിചയമില്ലാത്ത സ്റ്റോറേജ് റൂം പോലെയുള്ള സ്ഥലം. ആ സ്ഥലത്തെത്തി ഒരു പ്ലാസ്റ്റിക് കവറിംഗ് കൊണ്ട് മറച്ചു വെച്ച ഒരു കമ്പിക്കൂട് കണ്ടു. അതിനുള്ളിൽ ആരോ ഒരാളെ വെച്ചിട്ടുണ്ട്. ഈ ഏരിയ എന്നെ പറ്റിക്കുന്നത് പോലെ തോന്നുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കരമായ ദേഷ്യം വരും. അത് ഞാൻ നിന്റെ അടുത്ത് വന്ന് തീർക്കുന്നതാണ്. കാരണം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ കയ്യിൽ 2 വിരലില്ല. ആരെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ സെത്ത്. ഇവൾക്ക് എപ്പോഴെല്ലാം ടെൻഷൻ വരുന്നു അപ്പോഴെല്ലാം ഇവിടെ വന്ന് അവനെ ദ്രോഹിച്ചിട്ട് പോകും എന്നാണ് മനസ്സിലാക്കാവുന്നത്. കാരണം സേത്തിന്റെ ശരീരവും മുഖവുമെല്ലാം അത്രത്തോളം വികൃതമായിട്ടുണ്ട്. അന്ന് അവൻ ഒരു വിരൽ മാത്രമാണ് മുറിച്ചു കളഞ്ഞത്. എന്നാൽ ഇപ്പോൾ 2 വിരലും കാണാനില്ല. ഇപ്പോൾ 3ാമത്തെ വിരൽ അറുത്തെടുക്കാൻ വേണ്ടിയാണ് അവൾ വന്നത്. അവനും തന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ പ്രണയത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നീ എന്റെ വിരലുകളെ അറുത്തെടുത്തോളൂ എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ക സൈക്കോ ആയതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം ആസ്വദിക്കുകയാണ്. അങ്ങനെ ഈ കഥയും ഇവിടെ അവസാനിക്കുകയാണ്. ഈ പടം കാണുമ്പോൾ ഇത്രത്തോളം ട്വിസ്റ്റ് ആരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അല്ലേ? സോ ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ then put your likes and comments, and this is in Malayalam voice over. Also subscribe our channel Talkie Malayalam and saying bye bye. Thank you.